50 രൂപ ലാഭിക്കാമെന്ന് കരുതി ഹരിത കർമ്മസേനയ്ക്ക് പണം നൽകാതിരിക്കല്ലേ. കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണ്. മാലിന്യ സംസ്കരണ മേഖലയിലെ സേവനം വർദ്ധിപ്പിച്ച് പരിഗണിച്ച് ഹരിത കർമ്മസേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്തുകളും നഗരസഭയും ഇതിനായി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒരു ഹരിത സേനാംഗം ഒരു ദിവസം കുറഞ്ഞത് 50 വീടെന്ന നിലയിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇത് ആനുപാതികമല്ലെങ്കിൽ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിലുള്ള ഹരിത കർമ്മസേനാംഗങ്ങളുടെ എണ്ണം വ്യാപ്തമാക്കേണ്ടത് വിലയിരുത്താം. പ്രവൃത്തികൾക്ക് ആനുപാതികമായി ഹരിത കർമ്മസേന അംഗങ്ങളില്ലെങ്കിൽ ബോധ്യപ്പെട്ടാൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്താം. നിലവിൽ ഹരിത കർമ്മസേനയ്ക്ക് ഒരു വാർഡിൽ പരമാവധി 2 ഹരിത കർമ്മസേന അംഗങ്ങളാണുള്ളത്. എന്നാൽ ഇത് അപര്യാപ്തമാണെങ്കിൽ പരാതി നൽകേണ്ടതുണ്ട്. ഭൂമിശാസ്ത്രപരമായി കിടപ്പ്, കെട്ടിടങ്ങളുടെ അകലം, മാലിന്യ സംസ്കരണ ശേഖരങ്ങളുടെ സേവനം വർദ്ധിപ്പിക്കുന്നത് എന്നിവ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡമാണ്. ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച ഹരിത കർമ്മസേന കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യം ശേഖരിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. സേനാംഗങ്ങളുടെ എണ്ണത്തിലെ കുറവ് പലപ്പോഴും നിലവിലുള്ളവരുടെ ജോലിഭാരം ഇരട്ടിപ്പിക്കുന്ന സാഹചര്യവും ഇവിടെയുണ്ട്. മാലിന്യ ശേഖരണത്തിനായി വിസ്തൃതിയേറിയ പ്രദേശം ചുറ്റേണ്ട അവസ്ഥയാണ് ഭൂരിഭാഗം ഹരിത സേനാ അംഗങ്ങൾക്കും ഉള്ളത്. അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കണ്ണൂരിൽ ഹരിത കർമ്മസേനയുടെ ജോലിഭാരം കുറക്കാനും കാര്യക്ഷമമായത് വർദ്ധിപ്പിക്കാനും സഹായിക്കും. യൂസഫി 50 രൂപയാണ്. കണ്ണൂരിലെ ഹരിത കർമ്മസേന അംഗങ്ങളുടെ ബലം 1960 ആണ്. നിലവിൽ വീടുകൾ എത്തുന്നത് ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് 50 രൂപ യൂസഫി നൽകാൻ മടിച്ച് പ്ലാസ്റ്റിക് അടക്കം കത്തിച്ച് കളയുന്ന പ്രവണത വലിയൊരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഇത്തരം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഹരിത കർമ്മസേനാംഗങ്ങൾ രജിസ്റ്റർ ചെയ്ത് ജൈവ മാലിന്യങ്ങൾ സ്വന്തമായും അജൈവ മാലിന്യങ്ങൾ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുന്നതുമാണ് കണ്ണൂർ കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനം. ഇതിന് തയ്യാറാവാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ പിഴ ചുമത്താനും മാലിന്യ സേവനങ്ങൾ അടക്കാനുമാണ് കോർപ്പറേഷൻ്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.